Good morning, all. Good morning. Okay. Can you semester your materials management start ചെയ്തു അല്ലേ? ക്ലിയർ ആണോ? കഴിഞ്ഞ ദിവസം മിസ് എടുത്തത് ഓക്കെ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ബാക്കി എടുക്കാലോ. മിസ് കണ്ടിന്യൂ ചെയ്യട്ടെ. Miss, different types of materials in hospital വരെയാണ് അല്ലെ മിസ് എടുത്തത് അല്ലേ? നെക്സ്റ്റ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെ? അതിൽ തന്നെയുണ്ട്, ആ ഒരു പേരിൽ തന്നെയുണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ? പല ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ? സംയോജിപ്പിക്കുക. അപ്പൊ അതെന്താണെന്ന് നോക്കി, IMM ക്വസ്റ്റ്യൻ വരാം കേട്ടോ. IMM സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. IMM is a close coordination of all departments which are related with the utilization of materials അല്ലെ? എന്താണ് IMM എന്ന് പറയുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും എന്താണ് ക്ലോസ് കോർഡിനേഷൻ അല്ലെ? ഏറ്റവും അടുത്ത ഏകോപനമായിരിക്കും, കോർഡിനേഷനിലായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? വിച്ച് ആർ റിലേറ്റഡ് വിത്ത് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽസ് അല്ലെ? അവർക്ക് ലഭ്യമാകുന്ന ആ ഒരു മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തില് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും നമ്മുടെ IMM മികച്ച ക്ലോസ് കോർഡിനേഷനിലായിരിക്കും. എവറിത്തിങ് മെർജ്ഡ് അണ്ടർ വൺ ഹെഡ് അല്ലെ? എല്ലാ കാര്യങ്ങളും മെർജ് ചെയ്തിരിക്കുന്നത് ഒരാളുടെ, ഒരു ഹെഡിന്റെ, ഒരു തലവന്റെ കീഴിലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസിംഗ്, സ്റ്റോറിംഗ് എക്സെട്ര അണ്ടർ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് സാധന മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതും അത് സ്റ്റോർ ചെയ്യുന്നതും അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതും എല്ലാം ആരുടെ കീഴിലായിരിക്കും? മെറ്റീരിയൽസ് മാനേജറുടെ കീഴിലായിരിക്കും. ഓക്കെ ആണോ? നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? ഇൻപേഷ്യന്റ് ഉണ്ട്, നമ്മൾ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ പഠിച്ചു അല്ലെ? ഇൻപേഷ്യന്റ് ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഉണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഉണ്ട്, റേഡിയോളജി ഉണ്ട്, ഡയട്രി ഉണ്ട്, ഡയാലിസിസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഫാർമസി ഉണ്ട് അല്ലെ? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എന്താണ് അവരുടെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന കാര്യത്തില് ഒരു ക്ലോസ് കോർഡിനേഷൻ, എന്താണ് അടുത്ത സഹകരണത്തില്, കോർഡിനേഷനിൽ, ഏകോപനത്തിൽ ആയിരിക്കും. കൂടാതെ എല്ലാ കാര്യങ്ങളും അല്ലെ? എന്താണ് പർച്ചേസ് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അത് ഇൻസ്പെക്ഷൻ ചെയ്യുക അല്ലെ? അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു ഹെഡിന്റെ കീഴിലായിരിക്കും നടത്തുന്നത്. എക്സാമ്പിള് പർച്ചേസിങ്, സ്റ്റോറിങ്, എന്താണ് ഡിസ്ട്രിബ്യൂഷന്, ചെക്കിങ്, ഇൻസ്പെക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നത്, പ്രോസസ്സുകളും നടത്തുന്നത് ആരുടെ അണ്ടറിലാണ്? മെറ്റീരിയൽസ് മാനേജറുടെ അണ്ടറിലായിരിക്കും. ഓക്കെ ആണോ? IMM നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ് IMM. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അഡ്വാൻറ്റേജ് ഓഫ് IMM അടയാളപ്പെടുത്താം കേട്ടോ. എന്തൊക്കെയായിരിക്കും? അപ്പൊ ആ ഒരു IMM കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ബെറ്റർ അക്കൗണ്ടബിലിറ്റി അല്ലെ? നല്ല റെസ്പോൺസിബിലിറ്റി, മികച്ച ഉത്തരവാദിത്തമായിരിക്കോ? നമ്മ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, അത് ആവശ്യത്തിന് സ്റ്റോർ ചെയ്യുക അല്ലെ? എന്താണ് ശരിയായ രീതിയിൽ, ആപ്റ്റായ രീതിയിൽ സ്റ്റോർ ചെയ്യുക, അതെല്ലാവർക്കും ഓരോരുത്തർക്കും ഈ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളത് ബെറ്റർ അക്കൗണ്ടബിലിറ്റി അല്ലേ?
ഇപ്പൊ നമുക്ക് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു 100 മെഡിസിൻ കിട്ടണം, അത് ലഭ്യമായില്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനം നടക്കോ? അല്ലെങ്കിൽ ഇന്ന എക്യുപ്മെന്റ്സുകൾ വേണം, അത് ലഭ്യമായില്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനം നടക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? മികച്ച ഉത്തരവാദിത്തമാണ് അല്ലെ. കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്താണ്? വകുപ്പിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനമുണ്ടോ അല്ലെ? എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും ഒരു ഏകോപനം, പ്രവർത്തനങ്ങളിലെ ഒരു ഏകോപനമുണ്ടോ? എല്ലാ യൂസർ ഡിപ്പാർട്ട്മെന്റിനും, ഡയാലിസിസ് സെന്റേഴ്സ്, ഡയട്രി, ഫാർമസി, ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്, വാർഡ്, ഇവിടത്തേക്കൊക്കെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കണ്ടേ? റിസോഴ്സുകള് പർച്ചേസ് ചെയ്തിട്ടാ. അപ്പൊ എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഒരു കോർഡിനേഷൻ ഉണ്ട് അല്ലെ. IMM-ന് ഇല്ലേ, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്. നെക്സ്റ്റ് പറയുന്നത് ബെറ്റർ പെർഫോമൻസ് അല്ലെ. മികച്ച പ്രകടനമല്ലേ ഇവർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടല്ലേ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടത്തുന്നത് അല്ലെ. ഇവര് ശരിയായ അളവിൽ അല്ലെ പർച്ചേസ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താണ്? ബെറ്റർ പെർഫോമൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി അല്ലെ. നമ്മ എന്താണ്? വാങ്ങുന്ന സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് സിസ്റ്റത്തിൽ അപ്ഡേഷൻ നടത്തും അല്ലെ. അപ്പൊ തന്നെ ഇത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇത്ര സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഇത്ര സാധനങ്ങൾ നമ്മ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, ബാക്കി ഇന്ന ബാലൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മ റെക്കോർഡ് ചെയ്യോ? സിസ്റ്റത്തില ചെയ്യും. അപ്പൊ എന്താണ്? നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻ, മെറ്റീരിയൽസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ലഭിക്കുന്നുണ്ടോ? നമുക്ക് ഇപ്പൊ നമ്മ ഫാർമസിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമ്മ ആ മരുന്നിന്റെ പേര് പറയുമ്പോഴേക്കും അവര് സിസ്റ്റത്തിൽ അടിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ അവര് പറയും, സിസ്റ്റത്തിൽ നോക്കിയിട്ടായിരിക്കും അവര് പറയുന്നത് ആ മരുന്ന് സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ മരുന്ന് തീർന്നു പോയി എന്നൊക്കെ പറയാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ? അപ്പൊ എന്താണ്? അവർക്ക് ആ പെട്ടെന്ന് ആ ഒരു സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് മൂലം അതിനെ കുറിച്ചുള്ള ട്രാക്ക് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും അല്ലേ. ആ സാധനം സ്റ്റോക്ക് ഉണ്ടോ, എത്ര ബാലൻസ് ഉണ്ട്, എത്ര ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, എത്ര ഇനി ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റില്ലേ. അപ്പൊ എന്താണ്? മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി അല്ലെ. മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയി ലഭിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻസ് അല്ലെ. മെറ്റീരിയൽ കൈകാര്യം ചെയ്യലും അത് ട്രാൻസ്പോർട്ടേഷൻ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിതരണം ചെയ്യലും അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ അല്ലെ. എന്താണ്? നമുക്ക് സ്ക്രാപ്പ് വരുന്ന സാധനങ്ങളാ മിച്ചം വരുന്നത് അല്ലെ, അതൊക്കെ എന്താണ്? കൺട്രോൾ ചെയ്യുകയും അങ്ങനെ വന്ന സാധനം ഇപ്പൊ മിച്ചം വരുന്നത് എക്സ്പയറി ഡേറ്റ് കഴിയാ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഡാമേജ് ആകുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം അല്ലെ. ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് IMM does cost reduction techniques such as value analysis, variety reduction, standardization, forecasting and market analysis. എന്താണ്? നമ്മുടെ IMM ചിലവ് കുറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ അല്ലെ, റിഡക്ഷൻ ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? വാല്യൂ അനാലിസിസ്, മൂല്യവിശകലനം നടത്താം. നമ്മ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മ ആലോചിക്കാറുണ്ട്, വേണോ അല്ലെ, ഇപ്പൊ നമുക്ക് ആവശ്യമുണ്ടോ, നമുക്ക് കൊടുക്കുന്ന ആ ഒരു പൈസക്കുള്ള മൂല്യമുണ്ടോ അല്ലെ, ആലോചിക്കാറുണ്ടോ? നമുക്കിപ്പോ അത് ആവശ്യമാണോ അല്ലെ. ഒരു വില കൂടിയ ഒരു കോസ്റ്റ് കൂടിയ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അല്ലെ. അപ്പൊ എന്താണ്? വാല്യൂ അനാലിസിസ് നടത്തുന്നു. കൂടാതെ വെറൈറ്റി റിഡക്ഷൻ എന്ന് വെച്ചാല് നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, എക്യുപ്മെന്റുകളായിക്കോട്ടെ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെ ഒരുപാട് ടൈപ്പില് വെറൈറ്റീസ്, നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട് അല്ലെ, നിങ്ങൾക്കത് അറിയാവുന്നതാണ് അല്ലെ. ഇപ്പൊ ടെമ്പറേച്ചർ നോക്കുന്ന ആ ഒരു തെർമോമീറ്റർ പല ടൈപ്പിൽ വരുന്നുണ്ട് അല്ലെ. ഉണ്ടോ? ഡിജിറ്റൽ ടെമ്പറേച്ചർ ഉണ്ട്, ഫോർ ഹെഡ് ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ,
ഇയർ ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വെറൈറ്റീസ്, ഒരുപാട് വെറൈറ്റീസ് വാങ്ങുമ്പോൾ അവർക്ക് കോസ്റ്റ് കൂടുതലാകുന്നുണ്ടോ? അല്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് വൈവിധ്യം കുറയ്ക്കൽ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം അല്ലെ, അത് ഏത് മോഡലാണോ വേണ്ടത് ആ ഒരു മോഡൽ മാത്രം മേടിക്കാം അല്ലെ. അങ്ങനെ വൈവിധ്യം കുറയ്ക്കല്, സ്റ്റാൻഡർഡൈസേഷൻ അല്ലെ. എന്താണ്, നമുക്ക് നിലവാരം നോക്കിയിട്ട് അല്ലെ, നമ്മ പറയാറുണ്ട് ഇത് കോസ്റ്റ് കൂടി സ്റ്റാൻഡേർഡ് ഉള്ള സാധനം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റിയത് അല്ലെ. എക്യുപ്മെന്റുകൾ, മെഷീനറീസ് അങ്ങനെയാണ്, നമ്മൾ കമ്പനി നോക്കി വാങ്ങും അല്ലെ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമ്പനി നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ കൂടുതൽ ഉപയോഗിക്കാം. ആണോ? ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ്, പ്രവചനം അല്ലെ. നമ്മ ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കാറില്ലേ, മാർക്കറ്റ് അനലൈസ് ചെയ്യും അല്ലെ. എന്താണ്, വിപണിയിൽ എത്ര മൂല്യമുണ്ടോ അല്ലെ, എത്ര വിലയുണ്ടോ, ഇത് വാങ്ങിച്ച ഫോർകാസ്റ്റിംഗ് പ്രവചനം നടക്കാം. നമുക്ക് ഇത് വാങ്ങിച്ചത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ, ഭാവിയിൽ എന്തെങ്കിലും ഉപകാരപ്പെടോ എന്നൊക്കെ ചോദിക്കാറില്ലേ. എന്നിട്ടല്ലേ നമ്മ വാങ്ങിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ വാല്യൂ അനാലിസിസ് വാല്യൂ അനാലിസിസ്, വെറൈറ്റി റിഡക്ഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനലൈസിസ് പോലെയുള്ള എന്താണ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു, ചിലവ്, IMF ചിലവ് കുറയ്ക്കുന്നു. ഓക്കെ ആണോ? മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന കാര്യത്തില് വാല്യൂ അനലൈസ് ചെയ്യുക, മൂല്യവിശകലനം നടത്തുന്നു, വൈവിധ്യം കുറയ്ക്കല്, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റിംഗ് അനലൈസിസ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു, കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് വാല്യൂ അനാലിസിസ് എന്താണെന്ന്. വാല്യൂ അനാലിസിസ് is an arranged approach to recognize unnecessary cost connected with any product, material, part, component, സിസ്റ്റം ഓർ സർവീസസ്. എന്താണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്? ഒരു അറേഞ്ച്ഡ് അപ്രോച്ചസ് ആണ് അല്ലെ, ഒരു ക്രമീകരിച്ച സമീപനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ടു റെക്കഗ്നൈസ് അൺനെസസറി കോസ്റ്റ് കണക്ട്, നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെ ഒരു അനാവശ്യ ചിലവ് തിരിച്ചറിയുന്നതിനുള്ള ഒരു ക്രമീകരിച്ച സമീപനമാണ്. എന്താണ്, കണക്റ്റഡ് വിത്ത് നമ്മ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീനറീസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റിന്റെ പാർട്ട് വാങ്ങുമ്പോൾ, അതല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പോണന്റ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു സേവനം വാങ്ങുമ്പോൾ എന്താണ്, അതിന്റെ അനാവശ്യ ചിലവ് തിരിച്ചറിയുന്നതിനുള്ള ഒരു ക്രമീകരിച്ച സമീപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൂല്യവിശകലനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വാല്യൂ അനലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു TV ഉണ്ട്, സ്മാർട്ട് TV ആണ്. എന്താണ്, അപ്പൊ ഇപ്പൊ ഓഫർ വരികയാണ്, വിശ്വകാമ ഓഫർ വരും അല്ലേ. അപ്പൊ ഓഫർ വരുമ്പോ അതിലും കൂടുതൽ ഇഞ്ചുള്ള ഒരു TV ഓഫറിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മുടെ മക്കള് പറയാറുണ്ട് അല്ലെ, ഇതിലും വലിയ TV ആണ്, നമുക്ക് അത് മേടിക്കാന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മ പറയും എന്ത് കാര്യത്തിനാണ് അല്ലെ, ഇപ്പൊ ഓൾറെഡി ഉണ്ട്, എന്ത് കാര്യത്തിനാണ് ഇനി അത്രയും പൈസ ചെലവാക്കുന്നത് അല്ലെ. അപ്പൊ നമ്മ അങ്ങനെ എന്ത് ചെയ്യും, പറഞ്ഞ് അല്ലേ, അങ്ങനെ ഒരു വിശകലനം നടത്തി, അനാലിസിസ് നടത്തി നമ്മ ആ ഒരു കോസ്റ്റ്, നമുക്ക് ആ ഒരു ചെലവ് നമ്മ കുറയ്ക്കോ വേണ്ടാന്ന് വരും അല്ലേ. ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്, ആ ഒരു സാധനം ഉണ്ട് അല്ലേ, ആ ഒരു ചിലവ് കുറയ്ക്കുക. അപ്പൊ അങ്ങനെ എന്താണ്, ഒരു സിസ്റ്റം, ഒരു പ്രോഡക്റ്റ്, അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് നമുക്ക് അത് ആറ്റാവോ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു സാധനം വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ അല്ലെ. അങ്ങനെയൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ടായിരിക്കും നമ്മ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് അല്ലെ. ഓടിപ്പോയി നമ്മ ഒരു സാധനം വാങ്ങിക്കോ, ഓടിപ്പോയി വാങ്ങുമോ? ചിലപ്പോ അത് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും പിന്നെ നമുക്ക് നമ്മളെ പറ്റിയെന്ന് ആലോചിക്കുന്നത് അല്ലെ. വേണ്ടായിരുന്നു, ആ ഒരു പൈസ വെറുതെ നശിച്ചു പോയി അല്ലെ, നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുന്നത് ആണോ? അല്ലെ, നമുക്ക് ഭൂരിഭാഗം പേർക്ക് പറ്റുന്നതാണ് അതൊക്കെ അല്ലെ, ഇങ്ങനെ ഒരു വാല്യൂ അനാലിസിസ് നടത്താത്തത് കൊണ്ട്. ഓക്കെ, എന്താണ്
വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ്, അത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു മെഷീനറീസിന്റെ പാർട്ട് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ കമ്പോണന്റ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനുള്ള എന്താണ് തിരിച്ചറിയുന്നതിനുള്ള ഒരു ക്രമീകരിച്ച സമീപനത്തെയാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? This process is necessary for cost reduction. അല്ലെ? എന്താണ് ഈ പ്രവർത്തനം, ഈ ഒരു വാല്യൂ അനാലിസിസ് നടത്തുന്നത് എന്താണ് ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് വാല്യൂ റിലേസ് ഓൺ ഫംഗ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദി കോസ്റ്റ്. അല്ലെ? എന്താണ് വാല്യൂ എന്താണ് അതിന്റെ നിർണ്ണയിക്കുന്നത്, റിലേ ചെയ്യുന്നത് അതിന്റെ ഫങ്ഷൻസിനെയും കോസ്റ്റിനെയും അടിസ്ഥാനമാക്കിയാണ്. അല്ലെ? ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വിപണിയിൽ പലതരത്തിലുള്ള മൊബൈൽസ് ഉണ്ട് അല്ലെ? സ്മാർട്ട് ഫോൺ ഉണ്ട്, പിന്നെ എന്താണ് ഐഫോൺ ഉണ്ട്. അപ്പൊ ഐഫോണും സ്മാർട്ട് ഫോണും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയേ, ഏതിനാണ് ഫങ്ഷൻസും ഫീച്ചേഴ്സ് ഒക്കെ കൂടുതൽ? ഏതാണ്? ഐഫോണിനാണ്. അതേപോലെ കോസ്റ്റും കൂടുതൽ ഏതിനാണ്? ഐഫോണിനാണ് അല്ലെ? ഐഫോണിനാണ്. അപ്പൊ വാല്യൂ കൂടുതൽ ഏതിനാണ്? ഐഫോണിനാണോ സ്മാർട്ട് ഫോണിനാണോ വാല്യൂ കൂടുതൽ? ഇപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ടോ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ഐഫോൺ ആണ് അല്ലെ? പറയാറുണ്ടോ? അതെന്താ? വാല്യൂ ഉണ്ട് അല്ലെ? മൂല്യമുണ്ട്. അതിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ? അതിന് ഒരുപാട് പ്രൈസും കൂടുതലാണ്. അപ്പൊ വാല്യൂ എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? അതിന്റെ ഫങ്ഷൻസിനെയും അതിന്റെ കോസ്റ്റിനെയും അടിസ്ഥാനമാക്കിയാണ് ഉള്ളത്. ക്യാമറ ക്വാളിറ്റി. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദി യൂട്ടിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ ദാൻ ഇറ്റ്സ് കോസ്റ്റ്. എന്നാണ് വാല്യൂ അനാലിസിസ് നടത്തുമ്പോൾ എന്ന വിലയേക്കാള് ആ ഒരു മെറ്റീരിയൽസിന്റെ ഉപയോഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അല്ലെ? എന്താണ് ഇപ്പൊ നമ്മൾ കുറെ വ്ളോഗേഴ്സിനൊക്കെ കാണാറുണ്ടല്ലേ, റീൽസ് ചെയ്യുന്നവരുണ്ട് ഇല്ലേ, യൂട്യൂബ് ചാനൽസ് ചെയ്യുന്നവരുണ്ട് ഉണ്ട്. അപ്പൊ അവരൊരു ഫോൺ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക? അവർ ആ ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു ക്യാമറ വാങ്ങിക്കുമ്പോൾ അവർ വിലയേക്കാൾ കൂടുതൽ അതിന്റെ ആ ഒരു ഉപയോഗം, ക്യാമറയുടെ ക്ലാരിറ്റി, അവർക്ക് അത് വെച്ച് ഇങ്ങോട്ട് വീഡിയോസ് ഫങ്ഷൻസ്, ഓക്കെ, വീഡിയോസ് എത്രത്തോളം നല്ല രീതിയിൽ എടുക്കാൻ പറ്റും അല്ലെ? അതിന്റെ ആ ഒരു ഉപയോഗത്തിനല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത് വിലയേക്കാൾ കൂടുതൽ അല്ലെ? നിങ്ങൾ കാണാറുണ്ട് എന്താണ് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ റീൽസ് ഒക്കെ ചെയ്യുന്നവർ പറയുന്നത് അല്ലെ, 1,00,000ത്തിന്റെ ക്യാമറയാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ അത്രയും രൂപയുടെ ക്യാമറ എന്ന് പറയുമ്പോൾ അവർക്ക് ആ വിലയ്ക്കാണോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? അല്ല, അതിന്റെ ഉപയോഗത്തിന് അല്ലെ, അവർക്ക് അത് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലേ? എന്താണ് വാല്യൂ അനാലിസിസ് നടത്തുമ്പോൾ എന്താണ് അവർ കൂടുതൽ നോക്കുന്നത്? അതിന്റെ വിലയേക്കാൾ കൂടുതൽ അതിന്റെ ഉപയോഗത്തിന് പ്രാധാന്യം നൽകുന്നു. ഓക്കെ ആണോ? വാല്യൂ എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഫങ്ഷൻ കോസ്റ്റ് ആണ് അല്ലെ? ആ ഒരു ഉപയോഗത്തിന്റെ ആ ഒരു ഫങ്ഷൻസിന്റെ വിലയാണ് അല്ലെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ? അതിന് എത്രത്തോളം ഫീച്ചർ ഉണ്ട്, അതിൽ എത്രത്തോളം ഫങ്ഷൻസ് ഉണ്ട് അല്ലെ, പ്രവർത്തനങ്ങളുണ്ട്, അതിന്റെ വലിയ വാല്യൂ എന്ന് പറയുന്നത്, മൂല്യം എന്ന് പറയുന്നത് ആണോ? ഓക്കെ അല്ലേ? അത്രയും. നെക്സ്റ്റ് എടുക്കാലോ. വാല്യൂ increases by increasing the function or decreasing the cost. അല്ലെ? ചില സമയത്ത് വാല്യൂ ഇൻക്രീസ് ചെയ്യാറുണ്ട്, മൂല്യം വർദ്ധിക്കാറുണ്ട്. ഏതൊക്കെ സമയത്ത്? ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴോ അല്ലെ? ഇപ്പൊ വിപണിയിൽ നമ്മ പറഞ്ഞ പോലെ ഏതെങ്കിലും നല്ല സ്മാർട്ട് ഫോൺ, നല്ല ക്ലാരിറ്റി ഉള്ള മൊബൈലുള്ള ഫോണൊക്കെ പ്രൈസ് കുറച്ച് കൊടുക്കാനും ഓഫറിന് കൊടുക്കുകയാണെങ്കിൽ അതിന് മൂല്യം കൂടോ? മൂല്യം കൂടോ? കൂടോ? ആൾക്കാർ കുറെ പേര് അങ്ങനെയല്ല, കൂടും അല്ലേ? എന്താണ് ആളുകൾ ഒരുപാട് ഒരു 5,000 അല്ലെങ്കിൽ ഒരു 6,000 രൂപ ഓഫറിലൊക്കെ കൊടുക്കാണ്. നല്ല ക്ലാരിറ്റി ഉള്ള മൊബൈൽ, ഒരു 30 രൂപയുടെ മൊബൈല് ഒരു 22 രൂപക്ക് അല്ലെങ്കിൽ 20 രൂപക്ക് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു ഭാഗം പേരും പോയി വാങ്ങില്ലേ?
10 രൂപ, ഏകദേശം ഒരു 10-9 രൂപ ഒക്കെ കുറച്ചു കൊടുത്താല് വാങ്ങും. അപ്പൊ അവിടെ എന്ത് പറ്റി? ആ ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ വർദ്ധിച്ചോ? മൂല്യം വർദ്ധിച്ചോ? അപ്പൊ എന്താണ്? വാല്യൂ ഇൻക്രീസസ്, വാല്യൂ വർദ്ധിക്കുന്ന എപ്പോഴൊക്കെ? ബൈ ഇൻക്രീസിങ് ദ ഫംഗ്ഷൻ അല്ലെ. ചിലപ്പോ അതിന്റെ ഒരു ഫംഗ്ഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഫീച്ചേഴ്സ് ഫംഗ്ഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഐഫോണിന് വാല്യൂ കൂടുതലാണ്. അവിടെ എന്തുകൊണ്ടാണ് വാല്യൂ കൂടിയത്? അതിന്റെ ഫംഗ്ഷൻസും ഫീച്ചേഴ്സ് ഒക്കെ കൂടിയപ്പോൾ. ഇവിടെ എങ്ങനെയാണ്? അതിന്റെ കോസ്റ്റ് ഡിക്രീസ് ചെയ്തപ്പോഴാണ് അല്ലെ വാല്യൂ കൂടിയത്, മൂല്യം കൂടിയത്. ഓക്കെ ആയോ? കമ്പയർ ചെയ്ത് ഓക്കെ ആയോ? ഇപ്പൊ ഇത് നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? അപ്പൊ അത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്, പലതരത്തിലുള്ള മൂല്യങ്ങളുണ്ട് അല്ലെ. ഫങ്ഷണൽ റിലേസ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ് അല്ലെ. ഓരോന്നിനും ഇപ്പൊ മിസ് പറഞ്ഞ പോലെ സ്മാർട്ട് ഫോൺ, ഐഫോൺ അല്ലെ. സ്മാർട്ട് ഫോണിൽ തന്നെ പല പല റേറ്റ് ഉള്ള ഫോണുകളുണ്ട് അല്ലെ മാർക്കറ്റില്. അപ്പൊ അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വാല്യൂല് ചേഞ്ചസ് വരുന്നത്? അതിന്റെ ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പൊ എന്താണ്? ഫങ്ഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ വാല്യൂ എന്താണ്? റിലേയിങ് ഓൺ ഫങ്ഷൻ അല്ലെ. ഫങ്ഷനിന്റെ അടിസ്ഥാനമാക്കി അതിന്റെ വാല്യൂല് മൂല്യത്തില് വ്യത്യാസം വരുന്നു. ഓക്കെ ആണോ? ഇപ്പൊ നമുക്കറിയാം 9,000 രൂപയുടെ, 7,000 രൂപയുടെ, 8,000 രൂപയുടെ മുതൽ ഫോണുകൾ ഉണ്ട് അല്ലെ, സ്മാർട്ട് ഫോണുകള്. അതെത്ര? അതെങ്ങനെ വരുന്നുണ്ട്? 1.5 ലക്ഷം രൂപയുടെ, 1 ലക്ഷം രൂപയുടെ ഫോണുകൾ വരെ വരുന്നുണ്ട് അല്ലെ. ആണോ? ഈ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? അതിന്റെ ഫംഗ്ഷനിന്റെ ഫീച്ചേഴ്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് എക്സ്ചേഞ്ച് വാല്യൂ. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് ഗിവിംഗ് എ തിങ് that is old or and buying a new one. എക്സാമ്പിൾ TV, റെഫ്രിജറേറ്റർ. നമ്മ ഒരു സാധനം വാങ്ങിയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സാധനത്തിന് നമ്മൾ വാങ്ങിയ ആ റേറ്റ് കിട്ടാറുണ്ടോ? നമ്മ TV, റെഫ്രിജറേറ്റേഴ്സ്, ലാപ്ടോപ്പ് ഒക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാറുണ്ട് അല്ലെ. നമ്മൾ ചിലപ്പോ അത് ഒരു 15 രൂപക്കൊക്കെ മേടിച്ചതായിരിക്കും. കൊടുക്കുമ്പോ നമുക്ക് എത്ര രൂപ കിട്ടുക? 2,000 രൂപ, 1000 രൂപയൊക്കെ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ എന്താണ്? ഓൾഡ്, പഴയത് എന്താണ്? പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങുമ്പോൾ അല്ലെ എക്സ്ചേഞ്ച് ചെയ്യാണ് അല്ലെ. ക്ലിയർ ആയോ? അത് TV, റെഫ്രിജറേറ്റർ, ലാപ്ടോപ്പ്, മൊബൈല് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ്? നമ്മൾ വാങ്ങിച്ച ആ ഒരു റേറ്റ് കിട്ടുന്നില്ല അല്ലെ. എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിസ്സാര പൈസയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് പറയുന്നത് എസ്റ്റീം വാല്യൂ. പ്രസ്റ്റീജ് ഹാവ് എ തിങ്. എന്താണ് എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞാല്? ഇങ്ങനെ തന്നെയാണോ നിങ്ങളിൽ കിടക്കുന്നത്? എസ്റ്റീം വാല്യൂ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണോ? ഒന്നിച്ചാണോ കിടക്കുന്നത്? അവിടെ ഒരു ഹൈഫൺ ഇടാം കേട്ടോ. എസ്റ്റീം വാല്യൂ എന്ന് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് എസ്റ്റീം വാല്യൂ എന്ന് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ് എന്ന് വെച്ചാല് എന്താണ്? ബഹുമാന്യ മൂല്യം. നമുക്ക് എന്താണ്? ഒരു അന്തസ്സ് കാണിക്കാനായിട്ട് നമ്മൾ ചിലര് ചെയ്യാറില്ലേ? ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം വാങ്ങുന്നത്. അല്ലെങ്കിൽ എന്താണ്? ചിലര് എന്താണ്? കാറിന് നമ്പർ പ്ലേറ്റ് നമ്പർ വാങ്ങില്ലേ? ഫാൻസി നമ്പേഴ്സ് വാങ്ങും. മമ്മൂട്ടിയുടെ ഒക്കെ കാറിന്റെ നമ്പേഴ്സ് ഫാൻസി നമ്പേഴ്സ് ആണ്. സാധാരണ നമ്മ ഒരു നമ്പർ എടുക്കുമ്പോൾ നമുക്ക് അത്രയും പൈസ വരുന്നില്ല. പക്ഷെ അവരെന്താണ്? നമ്മുടെ അന്തസ്സ് കാണിക്കാനായിട്ട് അല്ലെ, ആ ഒരു പ്രൗഢി കാണിക്കാനായിട്ട് അവരെന്ത് വാങ്ങാറുണ്ട്? അങ്ങനെ ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എസ്റ്റീം വാല്യൂസ്. ഇപ്പൊ നമുക്ക് എന്താ അറിയാം? ഷൂസ് ഒക്കെ ചിലര് ബ്രാൻഡഡ് മാത്രം വാങ്ങിക്കാറുള്ളൂ. കണ്ടിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പില് ഒരു അന്തസ്സ് കാണിക്കുക അല്ലെ. അപ്പൊ എന്താണ്? അതിനൊക്കെ മൂല്യം കൂടുതലായിരിക്കും അല്ലെ. മൂല്യം കൂടുതലായിരിക്കും. ഓക്കെ ആണോ? ബഹുമാന മൂല്യം. എന്താണ്? ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, എസ്റ്റീം വാല്യൂ. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് വില അല്ലെ. എന്താണ്? ആസ് പെർ മോണിറ്ററി വാല്യൂ. എന്താണ്? നമ്മ ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മ പറയാറില്ല കൊടുത്ത പൈസക്കുള്ളതുണ്ട് അല്ലെ. കൊടുത്ത പൈസക്കുള്ള മൂല്യമുണ്ട്. ഒരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെ, അതിന്റെ മെറ്റീരിയൽ കൊള്ളാം അല്ലെ,
നമ്മ കൊടുത്ത പൈസക്കുള്ള ഒരു വാച്ച് വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മ പറയാറുണ്ട് അല്ലെ, മണി വാല്യൂ. ഓക്കെ, എന്താണ് നമ്മ ആ ഒരു കൊടുത്ത പൈസക്കുള്ള ആ ഒരു മൂല്യം അതിനുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ. ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് ദി മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ ലൈഫ് ടേം കഴിഞ്ഞിട്ട്, കാലാവധി കഴിഞ്ഞിട്ട് അല്ലെ നമ്മൾ കളയുന്നത്. ഇപ്പൊ എന്താണ്, എന്തെങ്കിലും മെഷീനറീസ് ഒക്കെ അത് ഡാമേജ് ആയി പോവാ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആവാ, പിന്നെ അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലെ, അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും, സ്ക്രാപ്പിൽ കൊടുക്കും അല്ലെ. അക്രി എന്നൊക്കെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ അക്രി? അപ്പൊ എന്താണ്, കോസ്റ്റ് കഴിഞ്ഞിട്ട് ഹൈഫൺ ഉണ്ട്, സ്ക്രാപ്പ് വാല്യൂ കഴിഞ്ഞിട്ട് ഹൈഫൺ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ഹൈഫൺ ഇടാം കേട്ടോ. അപ്പൊ എന്താണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാല് ആ ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ കാലാവധി, ആ ഒരു ലൈഫ് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് വിൽക്കുന്നത് അല്ലെ, കൊടുക്കുന്നതിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് പൈസ കിട്ടാറുണ്ടോ? ഇപ്പൊ നമ്മ ഒരു റെഫ്രിജറേറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങുന്ന സമയത്ത് അതിന് 15 രൂപയായി. നമ്മ അത് എക്സ്ചേഞ്ച് വാല്യൂ ചെയ്യുകയാണെങ്കിൽ, എക്സ്ചേഞ്ചിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിന് എത്ര കിട്ടും, ഒരു 2000 രൂപ വരെയും കിട്ടും അല്ലെ. പക്ഷെ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ സ്ക്രാപ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എത്ര കിട്ടും, ഒരു 200 രൂപ അല്ലെ. അപ്പൊ അവിടെ വ്യത്യാസങ്ങൾ വന്നതുണ്ടോ? നെക്സ്റ്റ് പറയുന്നത് ടൈം അല്ലെ, അതൊരു പ്രധാന ഫാക്ടർ ആണ് അല്ലെ ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ച്. ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്, എത്ര നാള് അത് നിലനിൽക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മ ഒരു ഡ്രസ്സ് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ നമ്മ ഒരു വാച്ച് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഷൂസ് വാങ്ങിച്ചാൽ അല്ലെ, അത് എത്ര നാള് നിലനിൽക്കുന്നു, നമുക്ക് അത് എത്ര നാള് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? values, the different types of values. Next പറയുന്നത് purpose or aim in doing value analysis അല്ലെ. വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യം, അതല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്. നെക്സ്റ്റ് പറയുന്നത് റിമൂവൽ ഓഫ് എൻ ഐറ്റം. ഇപ്പൊ നമ്മളിങ്ങനെ വാല്യൂ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോസ്റ്റ് കൂടുതലാണ്, ആ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന് അത് ആവശ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഐറ്റത്തിനെ റിമൂവ് ചെയ്യാലോ, വേണ്ടാന്ന് വെക്കാലോ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന്. അപ്പൊ എന്താണ് റിമൂവൽ ഓഫ് എൻ ഐറ്റം, ആ ഒരു പർച്ചേസിംഗില് ചെയ്യുന്ന ആ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഐറ്റത്തിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ നമ്മ വീട്ടില് കുട്ടികളെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാറുണ്ട് അല്ലെ, ലുലു മോളില് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാറുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ആവശ്യമുള്ളതൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ പിള്ളേര് വാരിയിടും അല്ലെ. ഒരുപാട് ചോക്ലേറ്റ്സുകൾ അല്ലെ, നമ്മ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? എല്ലാം പോയി എടുക്കും. എല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? നമ്മ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെ, ഇതൊന്നും ആവശ്യമില്ല അല്ലെ, ഇതൊന്നും ആവശ്യമില്ല അല്ലെ, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണെന്ന് പറഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യാറില്ലേ, വേണ്ടാന്ന് വെച്ചാൽ അവിടെ തന്നെ വെക്കില്ലേ. അതേപോലെ എന്താണ് ഇങ്ങനെ ഒരു വാല്യൂ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും ലഭിക്കുന്ന പർച്ചേസ് റിക്വസ്റ്റ് നമ്മൾ നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മൂല്യവിശകലനം ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വേണ്ടെങ്കിൽ, ആ ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ ദി കോസ്റ്റ് റിഡക്ഷൻ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കോസ്റ്റ്, ചെലവ് കുറയ്ക്കാൻ സാധിക്കുമല്ലോ. ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാം അല്ലെ, അപ്പൊ അത് കുറച്ചാളും കൂടി കൂടുതൽ നിലനിൽക്കും, അതിന്റെ സർവീസ് പീരീഡ് കൂടുതലായിരിക്കും അല്ലെ, പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല അല്ലെ, ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് എൻ ഐറ്റം അല്ലെ, വാല്യൂ അനാലിസിസ് നടത്തുമ്പോൾ നമ്മ ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും അനലൈസ് ചെയ്യുന്നുണ്ടോ? ഒരു മൊബൈൽ വാങ്ങുകയാണെങ്കിൽ അല്ലെ, നമ്മ ഒരു മൊബൈൽ വാങ്ങാൻ പോകുകയാണെങ്കിൽ ആദ്യത്തെ ഒരു കടയിൽ കയറിയിട്ട് സാധനം വാങ്ങിച്ചോണ്ട് പോരോ? ആദ്യത്തെ ഒരു കടയിൽ ഫസ്റ്റ് കയറിയ കടയിൽ നിന്ന് മതി ബില്ല് പേ ചെയ്തെന്ന് നമ്മൾ മേടിച്ചിട്ട് പോരോ? ഇല്ല, നമ്മ എന്ത് ചെയ്യും, 2, 3, 4 കടയിൽ കയറി
വില ചോദിച്ച്, ഫീച്ചേഴ്സ് ചോദിച്ച്, ഫങ്ഷൻസ് ചോദിച്ച് അല്ലേ? ഏറ്റവും കുറവ് എവിടെയാണോ പറഞ്ഞത് അവിടെ പോയി സാധനം വാങ്ങും അല്ലേ? ആണോ? നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ ഇതൊക്കെ? അപ്പൊ എന്താണ് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് എൻ ഐറ്റം. എന്താണ് നമ്മ ആ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ചും എല്ലാ സവിശേഷതകളെ കുറിച്ചും പരിശോധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് cheaper quality material for the advantage and use in an organization. അല്ലെ? എന്താണ് ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനും വേണ്ടി വില കുറഞ്ഞ ഗുണനിലവാരമുള്ള വസ്തുക്കളുടെ പരിശോധന. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ഒരുപാട് കടയിൽ കയറി നമ്മ ആ ഒരു സർവേ ആ ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാല് നമുക്ക് എന്താണ് കോസ്റ്റ് കുറവിന് കിട്ടും അല്ലെ? ചിലവ് കുറഞ്ഞ സാധനങ്ങൾ കിട്ടുമല്ലോ, ക്വാളിറ്റി ഉള്ള അല്ലെ? അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെ ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനും വേണ്ടി വില കുറഞ്ഞ ഗുണനിലവാരമുള്ള വസ്തുക്കളുടെ പരിശോധന. നെക്സ്റ്റ് പറയുന്നത് inspection of all alternative sources and price in relation to the money to be spent and the realization of its worth in due course. അല്ലെ? ഇപ്പൊ നമ്മൾ എന്താണ് ചിലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ട സ്രോതസ് പരിശോധിക്കലും അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുകയും ചെയ്യുക. എന്ന് വെച്ചാല് നമ്മ ഒരു സാധനം വാങ്ങിക്കുകയാണ്, ഒരു മൊബൈല് അല്ലെങ്കിൽ ഒരു TV വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാണ്ട് നമ്മുടെ കയ്യിലുള്ള പൈസയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാറുണ്ടോ? നമ്മുടെ അക്കൗണ്ടിൽ അത്രയും ഉണ്ടോ അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത്രയും ക്യാഷ് ഉണ്ടോ അല്ലെ? വെറുതെ പോയി ഓടിപ്പോയി അത് എടുത്തോളാൻ പറയോ? ഇല്ല അല്ലെ? എന്താണ് നമ്മുടെ സ്രോതസ്സുമായിട്ട് അല്ലെ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് അല്ലെ? ആ ഒരു സ്രോതസ്സുമായിട്ട് ആ ഒരു പൈസ എത്രയാണ് നമുക്ക് ചെലവഴിക്കേണ്ടത് എന്നുള്ള ആ ഒരു പരിശോധിക്കലും കൂടാതെ എന്താണ് നമ്മ വാങ്ങിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന് ആ ഒരു പൈസക്കുള്ള മൂല്യമുണ്ടോ അല്ലെ? നമ്മ കൊടുക്കുന്ന ആ ഒരു പണത്തിനുള്ള മൂല്യമുണ്ടോ എന്ന് യഥാസമയം തിരിച്ചറിയുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? അത്രയും. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആ സ്ട്രക്ചർ അതിൽ ആരൊക്കെയാണ് വരുന്നത്, അതിലെ ഹെഡ് ആരാണ് എന്ന് വരുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഹെഡ് അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത് മെറ്റീരിയൽസ് മാനേജർ ആണ്. നമ്മുടെ മെറ്റീരിയൽസ് മാനേജറിന്റെ അണ്ടറിൽ 2 പേര് വരുന്നുണ്ട്. പർച്ചേസ് മാനേജറും വരുന്നുണ്ട്, സ്റ്റോഴ്സ് മാനേജറും വരുന്നുണ്ട് അല്ലെ? ആരാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന ആ ഒരു പർച്ചേസ് റിക്വസിഷൻ അല്ലെ? ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് അവർ എന്തെടുക്കും? നമ്മുടെ മെറ്റീരിയൽസ് മാനേജർക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ അയക്കും. എന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ നിന്ന് നമ്മുടെ സപ്ലയേഴ്സിന് പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ. സപ്ലയേഴ്സിന് എന്താണ് പർച്ചേസിംഗ് എൻക്വയറി അയക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ മെറ്റീരിയൽസ് മാനേജറിന്റെ അണ്ടറിൽ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ട് പർച്ചേസ് മാനേജർ ഉണ്ടായിരിക്കും. ആ ഒരു പർച്ചേസ് ചെയ്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്യണ്ടേ ശരിയായ രീതിയിൽ അല്ലെ? ശരിയായ കൺട്രോളില് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഹെഡായിട്ട് ആരുണ്ടായിരിക്കും? സ്റ്റോഴ്സ് മാനേജർ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പർച്ചേസ് മാനേജർ. അവിടെ മാനേജർ എന്നുണ്ടോ? നിങ്ങളുടെ ബുക്കില് മാനേജർ എന്നുണ്ടോ? എന്തൊന്നും ഇണ്ടാത്തെ? പർച്ചേസ് മാനേജർ സ്റ്റോഴ്സ് മാനേജർ ഉണ്ടോ? പറയേ, അല്ലെങ്കിൽ എഴുതി ചേർക്ക്. അന്ന് എഴുതി ചേർക്ക്, ഇല്ലെങ്കിൽ എഴുതി ചേർക്ക് കേട്ടോ. പർച്ചേസ് മാനേജർ, സ്റ്റോഴ്സ് മാനേജർ. പർച്ചേസ് മാനേജറുടെ അണ്ടറിൽ അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ അണ്ടറിൽ പർച്ചേസ് അസിസ്റ്റന്റ്. നെക്സ്റ്റ് സ്റ്റോഴ്സ് മാനേജറുടെ അണ്ടറിൽ അസിസ്റ്റന്റ് മാനേജറും അസിസ്റ്റന്റ് മാനേജറുടെ അണ്ടറിൽ സ്റ്റോർ കീപ്പർ അല്ലെ? ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് അല്ലെ. എന്താണ് പർച്ചേസിംഗ്? ഈസ് ദി അറേഞ്ച്ഡ് അക്വിസിഷൻ. എന്താണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. ഒന്നുകൂടി പറയണം. നമ്മുടെ പർച്ചേസ് മെറ്റീരിയൽസ് മാനേജറിന്റെ അണ്ടറില് പർച്ചേസ് മാനേജറും വരുന്നുണ്ട്, സ്റ്റോഴ്സ് മാനേജറും വരുന്നുണ്ട്. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം വരുത്താനും അവയെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് പർച്ചേസ് മാനേജർ. സ്റ്റോഴ്സിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഓരോ സാധനങ്ങളും ശരിയായ രീതിയിൽ ക്രമീകരിക്കുന്നതിനൊക്കെ സൂപ്പർവിഷൻ ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റോഴ്സ് മാനേജർ വരുന്നു. നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് മാനേജറിന്റെ അണ്ടറിൽ അസിസ്റ്റന്റ് മാനേജർ. അസിസ്റ്റന്റ് മാനേജറുടെ അണ്ടറിൽ പർച്ചേസ് അസിസ്റ്റന്റ്. ഇപ്പോഴാകുമ്പോൾ സ്റ്റോഴ്സ് മാനേജറിന്റെ അണ്ടറിൽ അസിസ്റ്റന്റ് മാനേജറും അസിസ്റ്റന്റ് മാനേജറിന്റെ അണ്ടറിൽ സ്റ്റോഴ്സിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോഴ്സ് കീപ്പേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഡയഗ്രാം അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ്. നമ്മൾക്ക് ചെയ്യാറുണ്ട് അല്ലെ പർച്ചേസിംഗ്. നമ്മ പറയാറുണ്ട് ചില സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ ആവുമ്പോൾ പറയാറുണ്ട് ഞാൻ പർച്ചേസിങ്ങിന് പോവാണ് അല്ലെ. പറയാറുണ്ടോ? പർച്ചേസിങ്ങിന് പോകണം അല്ലെ. എന്താണ് പർച്ചേസിങ്? എന്താണ് അപ്പൊ പർച്ചേസിങ്? എന്താണ്? നമ്മ വാങ്ങുന്നത് അല്ലെ ഗുഡ്സുകള് സർവീസുകളൊക്കെ വാങ്ങുന്നതിനെയല്ലേ പർച്ചേസിങ് എന്ന് പറയുന്നത്. ഏറ്റെടുക്കാണ് അല്ലെ. അല്ലെ പൈസ കൊടുത്ത് ഏറ്റെടുക്കുന്നതിനെയല്ലേ. എന്താണ് പർച്ചേസിംഗ്? ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നു. ആൻഡ് സർവീസസ് ഫോർ ദി ബൈങ് എൻറ്റൈറ്റി. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിന്റെ കാര്യത്തിലാണ് അല്ലെ പർച്ചേസിംഗ് പറയുന്നത് അല്ലെ. പർച്ചേസിംഗ് എന്നത് ഒരു സ്ഥാപനത്തിനായി വാങ്ങുന്ന ഗുഡ്സിന്റെയും സേവനങ്ങളുടെയും ക്രമീകരിച്ച ഏറ്റെടുക്കലിനെയാണ് അക്വിസിഷൻ അല്ലെ. ഏറ്റെടുക്കലിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, റിസോഴ്സുകള്, പ്രോഡക്ട്സുകള് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങള് എന്താണ് ഏറ്റെടുക്കുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്, മെഷീനറീസ്, ഡ്രഗ്സുകള്, കോട്ടൺസ്, ലിനൻസ്, ബാൻഡേജുകള്, സിറിഞ്ചുകള് അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ഗുഡ്സുകള്, സർവീസുകളൊക്കെ എന്താണ് സർവീസുകളുടെയും ക്രമീകരിച്ച ഏറ്റെടുക്കലിനെയാണ് അക്വിസിഷനെയാണ് purchasing എന്ന് പറയുന്നത്. Purchasing activities are required to make sure that the required item are acquired in a timely manner and at a reasonable cost. അല്ലെ പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് എന്താണ്? മേക്ക് ഷുവർ ദാറ്റ് അല്ലെ നമുക്ക് എന്തായാലും ചെയ്യേണ്ടതാണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ എന്താണ് പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് നിർബന്ധമായും ചെയ്യണം അല്ലെ. വേണോ? വേണ്ടേ? എന്നാൽ മാത്രമല്ലേ നമ്മള് ഓരോ സ്ഥലത്തെ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്താണ് പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് to make sure that the required items are acquired in timely manner and at a reasonable cost. അല്ലേ എന്താണ് പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് നിർബന്ധമായും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ അല്ലെ ന്യായമായ വിലയില് എന്താണ് നമുക്ക് റീസണബിൾ നമുക്ക് ആ ഒരു ടൈംലി മാനറിൽ ആ ഒരു സമയബന്ധിതമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസിംഗ് നടത്തുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് എന്താണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എമർജൻസി മെഡിസിനുകളുടെ സ്റ്റോക്ക് ഔട്ട് തീരാറായി പോയി അല്ലെ. സ്റ്റോക്ക് ഔട്ട് ആവാറായിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? പർച്ചേസിംഗ് നടത്തണോ? അതെന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അല്ലെ. എമർജൻസി മെഡിസിൻ എന്ന് പറയാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ന്യായമായി അവർക്ക് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞ് ഒരുപാട് റേറ്റിന് വാങ്ങാൻ പറ്റുമോ? കോസ്റ്റ് കൂടുതലിന് വാങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലെ. ന്യായമായ വിലയില്
സമയബന്ധിതമായി. എമർജൻസി മെഡിസിൻ തീർന്നു കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ? തീർന്നു, 2-3 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയാൽ പറ്റുമോ? അവരുടെ പ്രവർത്തനങ്ങൾ നടക്കില്ല അല്ലെ. ആ ഒരു എന്താണ് സമയബന്ധിതമായി ഏറ്റെടുക്കുന്നതാണ് പർച്ചേസിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ ആണോ? പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് നിർബന്ധമായും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? എന്നാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ന്യായമായ വിലയിൽ സമയബന്ധിതമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് ഡൺ ആസ് പെർ ദ നീഡ്സ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദി ഹോസ്പിറ്റൽ. പർച്ചേസിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ആ ഒരു ഹോസ്പിറ്റലിന്റെ നീഡ്സ് അല്ലെ, ആവശ്യങ്ങളും അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ പർച്ചേസിംഗ് നടക്കുന്നത്. ഇപ്പൊ ഒരു പീഡിയാട്രിക് സെക്ഷൻ ഇല്ല, അങ്ങനെയുള്ള ഹോസ്പിറ്റലില് പീഡിയാട്രിക്കിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റും മെഷീനറീസും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹോസ്പിറ്റലിൽ പർച്ചേസിംഗ് നടക്കുന്നത്. ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് നീഡ്സുകളും ആവശ്യങ്ങളും അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിന്റെയും അടിസ്ഥാനത്തിലാണ് പർച്ചേസിംഗ് നടക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങൾ അല്ലെ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി. എന്ത് ചെയ്യണം? നമുക്ക് റൈറ്റ് ക്വാളിറ്റിയിൽ കിട്ടണം അല്ലെ. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങള് വേണ്ടേ ശരിയായ ഗുണനിലവാരത്തോടെ കിട്ടണം അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സുകള്, മെഡിസിനുകള്, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന സർവീസുകള്, അല്ലെങ്കിൽ എക്യുപ്മെന്റുകളുടെ സേവനങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ളതായാൽ നമ്മൾ സമ്മതിക്കും. ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ സമ്മതിക്കോ? ഗുണനിലവാരമില്ലെങ്കില് സമ്മതിക്കോ? ഡ്രഗ്സുകൾക്ക് ക്വാളിറ്റി ഇല്ല, ഗുണനിലവാരമില്ല, നമ്മൾ അത് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ന്യൂസിൽ അല്ലെങ്കിൽ പേപ്പേഴ്സിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് അല്ലെ, അവിടെ നിന്ന് അവർക്ക് ശരിയായ പരിചരണം ലഭിച്ചില്ല, അല്ലെങ്കിൽ അവിടെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവരുടെ കൈപ്പിഴകൾ പറ്റിയിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റൽ എന്താണ് റിലേറ്റീവ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ ന്യൂസിലൊക്കെ കാണാറില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട്? ക്വാളിറ്റിയുടെ അഭാവം കൊണ്ടല്ലേ അല്ലേ? അപ്പൊ എന്താണ്? ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി. പിന്നെ എങ്ങനെ കിട്ടണം പർച്ചേസിംഗ്? റൈറ്റ് ക്വാണ്ടിറ്റി അല്ലെ, ശരിയായ അളവില്, റൈറ്റ് ക്വാണ്ടിറ്റിയില്, റൈറ്റ് പ്രൈസിന് അല്ലെ, ന്യായമായ വിലയില്, ശരിയായ വിലയില്, ഫ്രം ദി റൈറ്റ് വെൻഡർ ഓർ സോഴ്സ് അല്ലെ, എന്താണ് ശരിയായ വെൻഡേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ശരിയായ കേന്ദ്രങ്ങളിൽ സോഴ്സിൽ നിന്ന്, ഉറവിടത്തിൽ നിന്ന്. വെൻഡർ റേറ്റിംഗ് ഇവാലുവേഷൻ കേട്ടോ. എന്താണ് നമ്മുടെ വെൻഡർ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഹോസ്പിറ്റലില്. വെൻഡറെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ വെൻഡർ റേറ്റിംഗ് ഇവാലുവേഷൻ വിലയിരുത്തൽ നടത്തിയതിനു ശേഷമാണ് ശരിയായ വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അറ്റ് ദ റൈറ്റ് ടൈം അല്ലെ, ശരിയായ സമയത്ത് ലഭിക്കണം. അറ്റ് ദ റൈറ്റ് പ്ലേസ് അല്ലെ, ശരിയായ സ്ഥലത്ത്. ഇങ്ങനെയാണ് നമ്മുടെ പർച്ചേസിംഗ് ഓഫ് ഡെലിവറി. ഒരു മിനിറ്റ്, ഇവിടെ കുറച്ച് തിരുത്താനുണ്ട്. ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ പ്രിന്റിൽ കിടക്കുന്നത്? ഇങ്ങനെ തന്നെയാണോ മിസ് ഇപ്പൊ വായിച്ച പോലെ തന്നെയാണോ കിടക്കുന്നത്? മെസ്സേജ് അയച്ചേ, തിരുത്താനുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഈ റൈറ്റ് പ്രൈസ് ഫ്രം എ റൈറ്റ് വെൻഡർ, നൈറ്റ് എന്നാണ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്. എൻ മാറ്റിയിട്ട് 6 ആക്കാം. ആക്കിയോ? നെക്സ്റ്റ് പറയുന്നത്
മാറ്റി അല്ലെ. റൈറ്റ് വെൻഡർ ഓർ സോഴ്സ്. നെക്സ്റ്റ് റൈറ്റ് ടൈം ഡെലിവറി അറ്റ് ദ റൈറ്റ് പ്ലേസ്. അത് കഴിഞ്ഞിട്ട് ഇഫ് ഇവിടെ വരുമ്പോൾ ഓഫ് ഡെലിവറി എന്നുള്ളത് മാത്രം ബ്രാക്കറ്റിലേക്കാ. ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തോ? ക്ലോസ് ചെയ്തോ? ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ 16 കിടക്കുന്നത്. ആ 1 വെട്ടിയെ 6 hours. 6 hours. ചെയ്തോ? എന്താണ് നമ്മുടെ പർച്ചേസിങ് 6 എന്നാണ്. ഓക്കെ, 6 എന്നാണ് അല്ലെ. മിസ്സിനിൽ 16 ആണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ പർച്ചേസിങ് നടക്കുന്നത് 6 hours-നെ 6 hours-നെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് റൈറ്റ് ക്വാളിറ്റി അല്ലെ. ശരിയായ ഗുണനിലവാരത്തില്, ശരിയായ ക്വാണ്ടിറ്റി, ശരിയായ അളവില്, ശരിയായ വിലയില്, ശരിയായ വെൻഡേഴ്സിൽ നിന്ന് അല്ലെ. എന്താണ് ശരിയായ സമയത്ത്, റൈറ്റ് ടൈമില്, ശരിയായ സ്ഥലത്ത് നമുക്ക് പ്രോഡക്റ്റുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പർച്ചേസിംഗും കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെ ആണോ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യം. നെക്സ്റ്റ് പറയുന്നത് other objectives include keeping the constant flow of material and to guarantee higher productivity. അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കണ്ടിന്യൂസ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കണം അല്ലെ. കോൺസ്റ്റന്റ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കണോ? വേണം അല്ലെ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു റിസോഴ്സുകൾ, എന്തെങ്കിലും മെറ്റീരിയൽസ് ലഭ്യമായില്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനം നടക്കുമോ? മരുന്ന് ഫാർമസിയിലേക്ക് മരുന്നുകൾ കിട്ടിയില്ല, ഇല്ല അല്ലെ. അപ്പൊ എന്താണ് മറ്റു നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുള്ള മറ്റ് ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെ, തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുക. കൂടാതെ ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ, നമുക്ക് ഈ റിസോഴ്സുകൾ അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് കൊടുത്താൽ മാത്രമാണ് അല്ലെ അവിടുത്തെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ഗുഡ് ഔട്ട്കംസ് കൊടുക്കാൻ സാധിക്കുള്ളൂ പേഷ്യൻസിന് അല്ലെ. ഇപ്പൊ മരുന്നുകളില്ല, മിഷനറീസ് ഇല്ല, എക്യുപ്മെന്റ്സുകൾ ഇല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കോ? പ്രൊഡക്ടിവിറ്റി ഉണ്ടാവോ? ഇവിടെ സ്കാൻ ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റില്ല, ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി, എന്താണ് നല്ല ഒരു ഉൽപാദനക്ഷമത ഗ്യാരണ്ടി ചെയ്യുക എന്നുള്ളതും നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ ആണോ അത്? മെറ്റീരിയലിലൂടെ എന്താണ് നിരന്തരമായ ഒഴുക്ക് നിലനിർത്തുന്നതും ഉയർന്ന ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുക എന്നുള്ളതും നമ്മുടെ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് ലക്ഷ്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് വെൻഡർ ഇവാലുവേഷൻ അല്ലെ. നമ്മൾ നേരത്തെ അവിടെ വെൻഡർ സോഴ്സ്, റൈറ്റ് വെൻഡർ ഫോർ സോഴ്സ് എന്ന് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു അല്ലെ. വെൻഡർ ഇവാലുവേഷൻ. Vendor evaluation is performed rate and quality rating and delivery time rating. ഇപ്പൊ നിങ്ങൾ മീഷോയില്, ഫ്ലിപ്കാർട്ടില്, ആമസോണിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലെ. ഉണ്ടോ? ആരും വാങ്ങിക്കാറില്ല? വാങ്ങിക്കാറുണ്ട്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായാൽ തന്നെ നമ്മൾ ആദ്യം എന്താ നോക്കുന്നത്? റേറ്റിംഗ്സ്, റിവ്യൂസ് നോക്കും അല്ലെ. പ്രൈസ് നോക്കൂ, കൂടാതെ എന്താണ് റേറ്റിംഗ്സും റിവ്യൂസും നോക്കോ? ബാഡ് കമന്റ്സ് ആണ്, ബാഡ് റേറ്റിംഗ്സ് ആണെങ്കിൽ നമ്മൾ ആ സാധനം ചൂസ് ചെയ്യോ? റേറ്റ് കുറവുണ്ടോ നോക്കൂ, റിവ്യൂ നോക്കും അല്ലെ. ഇപ്പൊ റേറ്റ് കുറവാണെങ്കിലും നമ്മൾ എന്താണ് റേറ്റിംഗ്സ് കൊള്ളില്ലെങ്കിൽ നമ്മൾ മേടിക്കുക പ്രോഡക്റ്റ്. ഡേറ്റ് നോക്കൂ അല്ലെ, എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും അല്ലെ.
അപ്പൊ എന്താണ് നമ്മുടെ വെഞ്ചറിനെ നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്വാളിറ്റി റേറ്റിംഗ് അല്ലെ? ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയുടെ ആ ഒരു റേറ്റിംഗ് എത്രമാത്രം ഗുണനിലവാരമുണ്ട്. അതേപോലെ എന്താണ് ഡെലിവറി റേറ്റിംഗ് അല്ലെ? ആ പറഞ്ഞ സമയത്ത് നമുക്ക് സാധനങ്ങൾ ക്വാളിറ്റി ഉണ്ടോ നോക്കും അല്ലെ? എന്താണ് ഡെലിവറി നടത്തുന്നുണ്ടോ അല്ലെ? ഓക്കെ ആണോ? നമ്മളിപ്പോ എന്താണ് ചിലര് പറയാറുണ്ട് അല്ലെ, ബാഡ് മെറ്റീരിയൽ, വേസ്റ്റ് അല്ലെ? അപ്പൊ നമ്മ പിന്നെ ആ സാധനം അപ്പൊ നമുക്ക് മനസ്സിലാവാണ് അതിന് ക്വാളിറ്റി ഇല്ല അല്ലെ? അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്യും, ചില റേറ്റിംഗ്സ് ഗുഡ് പ്രോഡക്റ്റ് അല്ലെ, മസ്റ്റ് ബൈ ഇറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാകുകയാണ് അല്ലെ? അങ്ങനല്ലേ റേറ്റിംഗ്സ് നോക്കുമ്പോ? അങ്ങനെയൊക്കെയല്ലേ കാണാറ്, ഗുഡ് അല്ലേ? അപ്പൊ എന്താണ് ആ ഒരു ക്വാളിറ്റി, എത്ര ഗുണനിലവാരമുണ്ട് അങ്ങനെയുള്ള ആ ഒരു റേറ്റിംഗും ആ ഒരു ഡെലിവറി ടൈമിന്റെ ആ ഒരു റേറ്റിംഗും നോക്കിയിട്ടാണ് നമ്മൾ വെൻഡേഴ്സിനെ വാലുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വെൻഡർ ഹാസ് ടു ബി ട്രസ്റ്റ് വർത്തി അല്ലെ? നമ്മുടെ വെൻഡേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കണം? വിശ്വാസയോഗ്യരായിരിക്കണം അല്ലെ? നമുക്ക് പറയുന്ന ആ ഒരു ക്വാളിറ്റിയില്, പറയുന്ന ക്വാണ്ടിറ്റിയില്, പറയുന്ന ആ ഒരു സമയത്ത് എത്തിച്ചു തരുന്ന വിശ്വാസയോഗ്യരായിട്ടുള്ള വെൻഡേഴ്സ് ആയിരിക്കണം അല്ലെ? ആണോ? നെക്സ്റ്റ് പറയുന്നത് hospitals will have an approved list of vendors. എന്താണ് നമ്മുടെ ലിസ്റ്റ്? ഹോസ്പിറ്റല് ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ്, എന്താണ് കുറച്ച് വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റലുകാര് തയ്യാറാക്കിയിട്ടാണ് അവരിൽ നിന്നാണ് സപ്ലയേഴ്സിനെ അവര് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലില് വെൻഡേഴ്സിന്റെ ഒരു അംഗീകൃത ലിസ്റ്റ് ഉണ്ടായിരിക്കും. അവരിൽ നിന്നാണ് അവരെ ആരെ തിരഞ്ഞെടുക്കുന്നത്? സപ്ലയേഴ്സിനെ അല്ലെങ്കിൽ വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന. ഇവര് മുമ്പ് പർച്ചേസിംഗ് നടത്തി അവരിൽ ആരൊക്കെയാണ് ഒരു വാലുവേഷൻ, ആരുടെ പെർഫോമൻസ് ആണ് ബെറ്റർ എന്ന് കണ്ടിട്ട് അങ്ങനെയുള്ള കുറച്ച് വെൻഡേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.